ഹായ് ഓൾ, വെൽക്കം ടു ജയലേൺ. ജയലേണിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എങ്ങനെയാ, സുഖമല്ല എല്ലാവർക്കും? എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? എൻ്റെ ചോദ്യം ആരോടാണ്? LP-UP പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളോടാണ്. അപ്പോൾ പലരും ചോദിക്കും, LP-UP പരീക്ഷ വന്നോ, വിജ്ഞാപനം വന്നോ? ഇല്ല, വരും, വരാതിരിക്കില്ല. അതായത് 2026 തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയൊരു പരീക്ഷയാണ് LP-UP വിജ്ഞാപനം എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പോൾ TTC, അതായത് DLED, B.Ed ഈ വർഷം കഴിയുന്ന കുട്ടികൾ, ഇപ്പോൾ നേരത്തെ കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ, ഇവർക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരവസരമാണ് LP-UP പരീക്ഷ, വരാനിരിക്കുന്ന LP-UP പരീക്ഷ. അപ്പം എന്താണ് അതിൻ്റെ പ്രത്യേകത? ഈ 2027 2025 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. 2024 കഴിഞ്ഞ എക്സാമിന് അല്ലേ, 2025 തന്നെ റാങ്ക് ലിസ്റ്റ് വന്നു. എത്ര പെട്ടെന്നാണ് സ്പീഡപ്പായിട്ട് കാര്യങ്ങൾ പോകുന്നത് നോക്കി. കാരണം വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങളുടെ അലയൊലികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് കൂടി നമ്മൾ ഉദ്യോഗാർത്ഥികളും കൂടി മാറണം. അപ്പോൾ 2024 നടന്ന എക്സാമിന് 2025 തന്നെ റിസൾട്ട് വന്നു, റാങ്ക് ലിസ്റ്റ് ഒക്കെ വരുന്നു, നിയമനം ഒക്കെ ഇനിയുള്ള ഈ മാസങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇനി വരുന്ന ഒരു എക്സാം, ഇപ്പോൾ 2025 വന്നിരിക്കുന്ന ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി 2027 വരെ ഉണ്ടാകും. അടുത്ത റാങ്ക് ലിസ്റ്റ് 2028 വരണമെങ്കിൽ 2027 എക്സാം നടക്കണം. 2027 എക്സാം നടക്കണമെങ്കിൽ 2026 വിജ്ഞാപനം ഉണ്ടാകണം, അല്ലേ? അപ്പോൾ ആ വിജ്ഞാപനം നമുക്ക് ആ വിജ്ഞാപനത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ 1 വർഷം ഉണ്ടാവും. ഒരു പക്ഷേ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. എന്തായാലും വിജ്ഞാപനം ഉണ്ടാവും LP-UP വേക്കൻസി അല്ലെങ്കിൽ ടീച്ചിങ് വേക്കൻസിയിലേക്ക്. അപ്പോൾ കഴിഞ്ഞ B.Ed DLED കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾ, കഴിഞ്ഞ എന്താ പറയുക, പാസ് ഔട്ട് ആയിട്ടുള്ള കുട്ടികൾ, അതുപോലെ തന്നെ കഴിഞ്ഞ എക്സാം എഴുതിയിട്ടും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റാത്ത കുട്ടികൾ, നിരാശപ്പെടേണ്ട, നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവസരമാണ് ഇനി വരാൻ പോകുന്നത്. കാരണം നമ്മുടെയൊക്കെ മുൻപിലൊരു ഡെമോക്ലിസിൻ്റെ വാള് പോലെ ഉണ്ടായിരുന്ന ഒന്നാണ് ഖാദർ കമ്മിറ്റി കമ്മീഷൻ. നമ്മളെല്ലാവരും പേടിച്ചിരുന്നു, അധ്യാപക ഉദ്യോഗാർത്ഥികളൊക്കെ പേടിച്ചു. കാരണം മാറ്റങ്ങൾ ഇനി പെട്ടെന്ന് എങ്ങനെ വരുമോ എന്ന്. എന്തായാലും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി, സർക്കാരൊക്കെ വ്യക്തമാക്കി കഴിഞ്ഞു, ഉടനെയൊന്നും അതിൻ്റെ കാര്യങ്ങളൊന്നും നടപ്പിലാക്കാനായിട്ട് വഴിയില്ല. 2030 ശേഷമായിരിക്കും അതിൻ്റെ റിസൾട്ട്, മീൻസ് പുതിയ നിയമനങ്ങളെക്കുറിച്ചുള്ള മാറ്റങ്ങളൊക്കെ വരുന്നത് എന്ന് ഉറപ്പുവെച്ച് പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ചില മാറ്റങ്ങളൊക്കെ അവിടെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇനി വരുന്ന എക്സാം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. കാരണം 2030 ശേഷം വരുമ്പോൾ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുമ്പോൾ അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാം, നിങ്ങളതിന് ബോധവാന്മാരായേ പറ്റൂ. +2 കഴിഞ്ഞ് DLED എടുത്ത കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. എന്ത് വേണം? ഡിഗ്രിയും കൂടി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് DLED എടുത്ത് ആ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. ഡിഗ്രി ഉള്ളവർക്ക് B.Ed നേടിക്കഴിഞ്ഞാൽ, കേട്ടറ്റ് നേടിക്കഴിഞ്ഞാൽ ഹൈസ്കൂളിൽ പഠിപ്പിക്കാമായിരുന്നു. കേട്ടറ്റ് കാറ്റഗറി 3 നേടിയ കുട്ടികൾക്ക് 2030 ശേഷം ആ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഡിഗ്രി പോരാ, അവിടെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിയണം. പോസ്റ്റ് ഗ്രാജുവേഷനും B.Edഉം കേട്ടറ്റും ഉണ്ടെങ്കിൽ മാത്രമേ ഹൈസ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഒപ്പം B.Edഉം പോസ്റ്റ് ഗ്രാജുവേഷനും സെറ്റുമുള്ളവർക്ക് 9ലും 10ലും തുടങ്ങി +1 +2 വരെ പഠിപ്പിക്കാം. ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെയാണ്, നിർദ്ദേശങ്ങളാണ് ഖാദർ കമ്മിറ്റിയിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ PDF ഒക്കെ സൈറ്റിൽ നിന്ന് കിട്ടും, കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഈ വരുന്ന LP-UP പരീക്ഷ എന്ന് പറയുന്നത് 2026 വിജ്ഞാപനം വന്ന് 2027 നടക്കുന്ന പരീക്ഷയ്ക്ക് ഇനി നമ്മുടെ മുമ്പിൽ നീണ്ടു നിവർന്ന് 1 വർഷത്തോളം കിടക്കുന്നു എന്ന് കരുതി നിങ്ങളാരും പഠനത്തിൽ ഉഴപ്പരുത്. പഠിച്ചു തുടങ്ങാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ കുറേ വീഡിയോകളിലായിട്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു പഠിക്കണമെന്ന്. പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവാം. ഇനി കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാതിരുന്ന കുട്ടികൾക്ക് അവരുടെ നിരാശാജനകമായിട്ടുള്ള മനോഭാവം മാറ്റിവെച്ച് ഒരു പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോവുക. തോൽവി ഒരു പരിഹാരമല്ല, അല്ലെങ്കിൽ തോൽവി ഒന്നിൻ്റെ അവസാനമല്ല. അതിനൊരു സൊല്യൂഷൻ എപ്പോഴും ഉണ്ടാകും, അല്ലേ? നമുക്ക് ഒന്ന് കിട്ടി, ഒരടി കിട്ടി, 2 അടി കിട്ടി, നമ്മൾ വീണുപോയി. പക്ഷെ അവിടെ നിന്ന് നമ്മൾ എഴുന്നേറ്റ് ഓടാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഈ ക്ലാസ്സിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് LP-UP പരീക്ഷയുടെ മലയാളം എന്ന് പറയുന്നൊരു ഭാഗത്തെക്കുറിച്ചുള്ള സിലബസിനെ കുറിച്ചാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഓൾറെഡി എല്ലാ സിലബസും കൂടി കവർ ചെയ്തിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. ഇനി കാണാത്തവരാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ, അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിൽ കിടപ്പുണ്ടാവും. നിങ്ങൾക്കത് കയറി കാണാവുന്നതാണ്. അത് കുറഞ്ഞ നാളുകളായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഖാദർ കമ്മിറ്റി തുടങ്ങിയിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്.
കാണാൻ പറ്റാത്തവരൊക്കെ കയറി കാണുക. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഈ ക്ലാസ്സിലൂടെ പറയുന്നത് എന്താണ്, മലയാളത്തിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾക്കിത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു, കാരണം ഇത് ഇത്തിരി ബ്ലർ ആയിട്ടുണ്ട്. നോക്കുക. ഓക്കെ, അപ്പോൾ മലയാളത്തിൽ LPP പരീക്ഷയ്ക്ക് 10 മാർക്കിൻ്റെ ചോദ്യമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും 10 മാർക്ക് വളരെ സിമ്പിൾ ആയിരിക്കും, 10 മാർക്ക് പോയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കും. പക്ഷേ നമ്മുടെ റാങ്കിനെ നിശ്ചയിക്കുന്നത്, റാങ്കിനെ മുൻപന്തിയിലേക്ക് എത്തിക്കുന്നത് ഈ 10 മാർക്കാണ് എന്നുള്ള ഓർമ്മ വേണം. ലാംഗ്വേജ്, ഇംഗ്ലീഷ് പ്ലസ് മലയാളം, ഈ മാർക്കുകളാണ് നമ്മളെ മുൻപന്തിയിലേക്ക് എത്തിക്കുന്നത്. കാരണം സയൻസ് വിഷയങ്ങളും മാത്സ് വിഷയങ്ങളൊക്കെ ഇത്തിരി പാടാണെങ്കിൽ അവിടെ നമ്മൾ രക്ഷയ്ക്കെത്തുന്നത് ഈ പറയുന്ന ലാംഗ്വേജ് പേപ്പറാണ്. അപ്പോൾ ഇവിടെ മലയാളം നമ്മൾ പഠിക്കുമ്പോൾ മറ്റു PSC പരീക്ഷകൾക്ക് ഡിഗ്രി ലെവലിനോ പ്ലസ് 2 ലെവലിനോ 10th ലെവലിനോ നമ്മൾ പഠിക്കുന്ന ശൈലികൾ, അതുപോലെ ക്രിയ, വചനം, അങ്ങനെയുള്ള വ്യാകരണപരമായ കാര്യങ്ങളുണ്ടല്ലോ, അത് മാത്രമല്ല ഇവിടെ പഠിക്കേണ്ടത്. എന്താ പിന്നെ പഠിക്കേണ്ടത്? നോക്കൂ, ഹെഡിങ് നോക്കൂ. സാഹിത്യപരം എന്ന് പറയുന്ന 1ാം ഭാഗത്ത് നമുക്ക് പഠിക്കേണ്ട സബ് ഹെഡിങ് നോക്കൂ. കവിതാ സാഹിത്യം. നിങ്ങൾക്ക് കാണാൻ പറ്റില്ലെങ്കിൽ ഞാൻ എഴുതി കാണിക്കാം. കവിത പഠിക്കണം, പിന്നെ എന്താ, കഥ പഠിക്കണം, നോവല് പഠിക്കണം, പിന്നെ ആത്മകഥയുണ്ട്, ജീവചരിത്രമുണ്ട്, വൈജ്ഞാനിക സാഹിത്യം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് വൈജ്ഞാനിക സാഹിത്യം എന്ന് പറയുന്നത്. ആയുർവേദം, അതുപോലെ എന്താണ്, ശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഒന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബാലസാഹിത്യമാണ്. ഇത് നമുക്ക് HSA പരീക്ഷകൾക്കോ HSST പരീക്ഷകൾക്കോ അങ്ങനെ വരാൻ സാധ്യതയില്ല ബാലസാഹിത്യം. അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള മലയാളത്തിൻ്റെ എന്താണ് സാഹിത്യപരമായ ചോദ്യങ്ങളാണ് അവിടെ വരുന്നത്. ഇവിടെ പ്രത്യേകിച്ച് ബാലസാഹിത്യം എന്നുള്ള ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സാഹിത്യപരം എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ആകെ 10 മാർക്ക് ഉള്ളതാനും നമുക്ക് ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്യാൻ വേണം. ഓക്കെ, അപ്പോൾ ഈ ആത്മകഥ, ജീവചരിത്രം എന്ന് പറയുന്നത് അത് നമുക്ക് HSA ലെവലിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ്, അല്ലേ? ആരുടെ ആത്മകഥയാണ്? ഇപ്പോൾ C കേശവന്റെ ആത്മകഥ ഏതാണ്? ചെറുകാടിന്റെ ആത്മകഥ ഏതാണ്? ഓക്കെ, സ്മരണ മണ്ഡലം എന്നുള്ള ആത്മകഥ ആരുടേതാണ്? SK പൊറ്റക്കാടിന്റെ ആത്മകഥ ഏതാണ്? പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥകൾ ഏതെല്ലാമാണ്? ഇങ്ങനെ നമ്മൾ ആത്മകഥ എന്ന് പറയുമ്പോൾ അത് HSA ലെവലിലും വന്നിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ അത് VT ഭട്ടതിരിപ്പാടിനെ കുറിച്ചുള്ളൊരു പാഠഭാഗം നമുക്ക് ഹൈസ്കൂളിൽ പഠിക്കാനുണ്ട്. കണ്ണീരിങ്ങിനാവും. അപ്പോൾ അത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. ആ ചോദ്യം തന്നെയാണ് വരുന്നത്. ജീവചരിത്രം, മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രം, ശ്രീനാരായണ ഗുരുദേവന്റെ ജീവചരിത്രം, ചങ്ങമ്പുഴയുടെ ജീവചരിത്രം, ഇതൊക്കെയുള്ള പഠനങ്ങൾ ഉണ്ട്. അപ്പോൾ ഇത് ഒരു നമുക്ക് LP UP പരീക്ഷ, LPയിലും UPയിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് കിടക്കുന്നത് ഒരിക്കലും ആ ഒരു +2 ലെവലോ അല്ലെങ്കിൽ 10th ലെവലോ അല്ല, കുറച്ചുകൂടി ഹൈ ലെവലിലുള്ള ടോപ്പിക്കാണ് കിടക്കുന്നത്. ഇപ്പോഴേ ബോധവാന്മാരാകണം. ഓക്കെ, ഇനി വൈജ്ഞാനിക സാഹിത്യം, മാതംഗലീലയെ പോലുള്ള കൃതികളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ, ആയുർവേദം അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, സംഗീതപരമായിട്ടുള്ള ചോദ്യങ്ങൾ, ശാസ്ത്രപരമായിട്ടുള്ള ചോദ്യങ്ങൾ, ഇതെല്ലാം ഈ വൈജ്ഞാനിക സാഹിത്യത്തിൽ ഉൾപ്പെടുന്നതാണ്. നിസ്സാരമല്ല, തള്ളിക്കളയാൻ പറ്റില്ല. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ബാലസാഹിത്യം, തളിര് പോലുള്ള മാസികയെക്കുറിച്ചുള്ള ചോദ്യം. ഓക്കെ, ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചോദ്യം. ഓക്കെ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ബാലസാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ടത്. നോവല്, ഏത് നോവലാണ് നമുക്ക് വരുന്നത്? ഏത് നോവലും വരാം, അല്ലേ? മലയാളത്തിലേക്ക് ഏറ്റവും കൂടുതൽ തർജ്ജമ ചെയ്തിരിക്കുന്ന തകഴിയുടെ നോവൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെമ്മീൻ എന്നാണ് ഉത്തരം, അല്ലേ? അതുപോലെ എന്താണ്, ദസ്തയേവ്സ്കിയെ പ്രധാന കഥാപാത്രമാക്കിയിട്ട് മലയാളത്തിൽ രചിക്കപ്പെട്ട നോവൽ ഏതാണ്? ഒരു സങ്കീർത്തനം പോലെ. എഴുതിയതാരാണ്? പെരുമ്പടവം ശ്രീധരൻ. ചോദ്യം കണ്ടോ? അതുപോലെ എന്താണ്, ഈ അടുത്ത് ബ്ലസ്സി സംവിധാനം ചെയ്തത് നാടുജീവിതം ആരുടെ നോവലാണ്? ബെന്യാമിൻ്റെ നോവലാണ്. ഇങ്ങനെയുള്ള പഴയതും പുതിയതും മധ്യകാലത്തിലും ഒക്കെ ആയിട്ടുള്ള ചോദ്യങ്ങൾ നോവലിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. അല്ലാതെ കൃത്യമായി നോവൽ എന്നുള്ളൊരു കീവേഡാണ് തന്നിരിക്കുന്നത്. ഇത് ആദ്യകാല നോവലുകൾ തുടങ്ങി ഉത്തരാധുനിക നോവൽ വരെ പഠിക്കണം. ഏത് സിലബസിലാണ്? HSS സിലബസിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അവിടെ കുറച്ചുകൂടി വൈഡായിട്ടുള്ള ചോദ്യം വരാം. പ്രത്യേകിച്ച് ആ നോവൽ തുടങ്ങുന്നത് കൊടുത്തിട്ട് എന്താണ്, ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ തുടങ്ങുന്ന പോലെ രവി ബസ് ഇറങ്ങി നടന്നു എന്ന് തുടങ്ങുന്ന ചോദ്യമായിരിക്കും അവിടെ വരുന്നത്. നമുക്ക് അത് വരുന്നില്ല. നമുക്ക് ചിലപ്പോൾ ഡയറക്റ്റ് ചോദ്യം വരാം. ഇത് എഴുതിയത് ആരാണ്, അല്ലെങ്കിൽ ഏത് നോവലാണ്? SK പൊറ്റക്കാടിന് ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചത്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വർഷം
ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ്, ഡയറക്റ്റ് ചോദ്യങ്ങളായിരിക്കും നമുക്ക് LPUP വരുന്നത്. മറ്റേത് കുറച്ചുകൂടി വൈഡായിട്ട് കഥാപാത്രത്തിന്റെ സംഭാഷണങ്ങളോ നോവലിന്റെ എൻഡിങ്ങോ സ്റ്റാർട്ടിങ്ങോ അല്ലെങ്കിൽ കഥാപാത്ര സവിശേഷതകളോ ഒക്കെ വ്യക്തമാക്കിയിട്ടായിരിക്കും HSA ലെവലിൽ അവിടെ ചോദ്യം വരുന്നത്, HSA മലയാളത്തിൽ. പക്ഷെ LPUP അങ്ങനെയല്ല, ഡയറക്റ്റ് വരും. പക്ഷെ എന്ത് ചെയ്യണം? നമ്മൾ ആ നോവൽ സാഹിത്യം മനസ്സിലാക്കണം, എഴുത്തുകാരനെ മനസ്സിലാക്കണം, അത് ഏത് വർഷം എഴുതിയാൽ മനസ്സിലാക്കണം, അവാർഡ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കണം. അങ്ങനെയായിരിക്കണം പഠനം കൊണ്ടുപോകേണ്ടത്. ഇത് നോക്കൂ, കഥയും ഏതാണ്ട് അതുപോലെ തന്നെ. സന്തോഷ് ചിക്കാനത്തിന്റെ കഥ, അതുപോലെ M മുകുന്ദന്റെ കഥ, സേതുവിന്റെ കഥ, വേങ്ങേൽ കുഞ്ഞിരാമൻ നായർ ആദ്യ എഴുതിയ ചെറുകഥ, ദ്വാരക, വാസനാവികൃതി. ഓക്കെ, അങ്ങനെ തുടങ്ങി ചെറുകഥാ സാഹിത്യത്തിന്റെ വളർച്ചയെക്കുറിച്ച് കഥകൾ എഴുതിയത് കഥാപാത്രങ്ങൾ, അതൊക്കെ നമ്മൾ ഓർത്തു വെക്കുക. ഓക്കെ, കവിത അതുപോലെ തന്നെയാണ്. ആദ്യകാല കവിതകള്, മധ്യകാല കവിതകള്. ഇപ്പൊ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത എഴുതിയ ആരാണ്? സിമ്പിളാണ്, ONV കുറുപ്പാണെന്ന് അറിയാം അല്ലെ. ONV കുറുപ്പിന്റെ അമ്മ എന്ന് പറയുന്ന കവിതയുടെ പശ്ചാത്തലം എന്താണ് നമുക്കറിയാം. എന്താണ്? ഒരു കുടുംബ പശ്ചാത്തലമാണ്. 9 പേരവർ കൽപ്പണിക്കാർ, 9 പേരവർ കൽപ്പണിക്കാർ എന്ന് പറയുന്ന വരികൾ കൃത്യമായിട്ട് ഓർമ്മ ഇല്ല. അപ്പൊ അങ്ങനെയുള്ള കവിതകൾ. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് വരും. അതോടുകൂടി മറ്റൊരു കാര്യം കൂടി ഞാൻ ചെറുതായിട്ട് സൂചിപ്പിക്കാം, വേറൊരു വീഡിയോയിൽ ഞാൻ കാര്യങ്ങൾ പറയാം. SCERT ടെക്സ്റ്റ് ബുക്കുകൾ, അത് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ മലയാളത്തിലും സയൻസിലും ഒക്കെ വരുന്നുണ്ട്, മാത്സിൽ വരുന്നുണ്ട്. അപ്പോൾ SCERT ടെക്സ്റ്റ് ബുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കൂടി മനസ്സിലാക്കി വെക്കണം കേട്ടോ. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. ഇനി അപ്പോൾ സാഹിത്യപരം എന്ന് പറഞ്ഞ കാര്യത്തിൽ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. തീരെ നിസ്സാരമാക്കേണ്ട കാര്യമല്ല. നമുക്ക് ഈ ഒരു വർഷമുണ്ട്, നിങ്ങൾ വിചാരിക്കും നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചു തുടങ്ങാം എന്ന് വിചാരിച്ച് നടക്കുന്ന കാര്യമല്ല. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷ എഴുതുന്ന അധ്യാപക ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതുന്ന ഒരു വിദ്യാഭ്യാസ വകുപ്പിന്റെ ഏറ്റവും വലിയൊരു പരീക്ഷയാണ് LPUP. അവിടെ മത്സരിക്കേണ്ടത് നമ്മളെക്കാൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരോടാണ്, നമ്മളെക്കാൾ നന്നായി പഠിക്കുന്ന ആൾക്കാരോടാണ്. അവിടെ ഞാൻ ഒരിക്കലും പിന്നോട്ട് പോകാൻ പാടില്ല എന്ന ചിന്ത ഇപ്പോഴേ ഉണ്ടാകണം. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. എന്താണ്? ഭാഷാപരമാണ് അടുത്ത ടോപ്പിക്ക്. അത് ഈ 10 മാർക്കിന്റെ മൊത്തം ടോപ്പിക്ക് അത് വ്യത്യാസമല്ല കേട്ടോ. അവിടെ ഭാഷാ ചരിത്രം, ഭാഷാഭേദം, പ്രായോഗിക വ്യാകരണം 10ാം ക്ലാസ് നിലവാരം വരെ. എവിടം വരെ? ക്രിയ, വചനം, തദ്ധിതം, പ്രകാരം, അങ്ങനെയുള്ള വ്യാകരണ കാര്യങ്ങളുടെ സന്ധി, സമാസം, ഇതൊക്കെ അവിടെ ഉൾപ്പെടുന്നതാണ്. പ്രായോഗിക വ്യാകരണത്തിൽ അതൊക്കെ കൊടുത്തിരിക്കുന്നത്. പ്രായോഗിക വ്യാകരണത്തിൽ എന്തൊക്കെയാണ്? പദശുദ്ധിയുണ്ട്, പദങ്ങൾ സമാസിക്കലും വിഗ്രഹിക്കലും, പ്രകാരമുണ്ട്, അനുപ്രയോഗമുണ്ട്, വാക്യഘടനയും വാക്യശുദ്ധിയും. ഇതൊക്കെ PSC പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് അല്ലെ. വാക്യഘടന, വാക്യശുദ്ധി, പദശുദ്ധി. ചില വാക്യഘടന എന്താണ്? നമ്മുടെ ആവർത്തിച്ചുള്ള വാക്യങ്ങളിലെ ഒരേ അർത്ഥത്തിലുള്ള ആവർത്തിച്ചുള്ള വാക്യങ്ങൾ, പുനരുക്തി, പൗനരുക്തി എന്നൊക്കെ പറയുന്ന അതേപോലുള്ള വാക്കുകൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ വാക്ക്, ശുദ്ധമായ വാക്ക് ഏതാണ് എന്ന് കണ്ടെത്താനായിട്ട്. ലിംഗം, വചനം തുടങ്ങിയവ, കാലം, പിന്നെ അർത്ഥബോധം. അർത്ഥബോധത്തിൽ എന്തൊക്കെ വരാം? ശൈലികൾ, പ്രയോഗങ്ങൾ, പദങ്ങൾ, വാക്യസന്ദർഭങ്ങൾ, കാവ്യസന്ദർഭങ്ങൾ എന്നിവ ബന്ധപ്പെടുത്തിയിട്ട് കാവ്യബോധത്തിൽ അതുപോലെ കവിത, ഗദ്യം, പഴഞ്ചൊൽ തുടങ്ങിയവയിൽ അലങ്കാരം, ധ്വനിവ കണ്ടെത്തൽ. അലങ്കാരം ഇപ്പോഴത്തെ കാലത്ത് സിലബസിൽ പഠിപ്പിക്കാനില്ല എന്ന് നമുക്കറിയാം. പക്ഷെ നമുക്കത് അറിയണോ? കാരണം നമ്മൾ LPUP ചെന്നിട്ട് മലയാളം പഠിപ്പിക്കാനുള്ളതാണ്. ആ മലയാളം പഠിപ്പിക്കുമ്പോൾ കവിത ഏതാണെന്നും കവിത വായിച്ച് ഈണത്തിലൂടെ പഠിപ്പിക്കാനും ആ കവിത ഏത് വൃത്തത്തിലാണ് ഏത് അലങ്കാരത്തിൽ എഴുതിയതെന്ന് മലയാള അധ്യാപകൻ മനസ്സിലാക്കിയേ പറ്റൂ. അത് ഇന്നത് വൃത്തവും അലങ്കാരവും എന്താണെന്ന് കുട്ടികൾക്കൊന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യകതയും കൂടി ഉണ്ട് ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച്. ഓക്കെ, ക്ലാസ് റൂമുകളിൽ ചെല്ലുമ്പോൾ. കാരണം അവർക്ക് എന്താണ് വൃത്തം, എന്താണ് അലങ്കാരം എന്ന് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് അറിയില്ല. അത്യാവശ്യം ചില ലെസണിൻ്റെ പാഠത്തിൻ്റെയൊക്കെ ബാക്കിൽ നമുക്ക് കാണാൻ പറ്റും ഇന്നതാണ് അലങ്കാരം എന്ന്. അപ്പോൾ അലങ്കാരം എന്താണെന്ന്, വൃത്തം എന്താണെന്ന് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ഇത് പഠിക്കണം. നമുക്ക് പരീക്ഷ എഴുതി കയറണമെങ്കിൽ ഇത് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എവിടെ പെടുന്നതാണ്? ഭാഷാ ചരിത്രത്തിൽ പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇത്രയും ടോപ്പിക്ക് ഭാഷാപരം ടോപ്പിക്കിൽ അതിൽ ഭാഷാ ചരിത്രം എന്നുള്ള ടോപ്പിക്ക് എന്താണ്? ആദ്യകാല മലയാള ഭാഷയുടെ ആദ്യകാല ചരിത്രങ്ങൾ, ഭാഷാഭേദങ്ങൾ, അതെല്ലാം എന്താണ്? മറ്റു എന്താ പറയുക, മലയാള ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രപരമായ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നതാണ്. മണിപ്രവാളത്തെക്കുറിച്ച് പറയുന്നതാണ്. അതായത് തമിഴ് മലയാളവുമായിട്ട് കൂടിച്ചേർന്ന ഒരു ഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നതാണ്. സംസ്കൃതത്തിൽ നിന്നും മലയാളം വേർതിരിഞ്ഞ് ഇന്ന് കാണുന്ന മലയാള ഭാഷയായിട്ട് മാറുന്നതിൻ്റെ ചരിത്രാത്മകമായ കാര്യങ്ങളൊക്കെ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ തീരെ നിസ്സാരമല്ല ഈ സിലബസ് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ അല്ലേ? ഇപ്പം ഏകദേശം നിങ്ങൾക്കൊന്ന് ഒരു മനസ്സിലുള്ള ഒരു ഉണർവ് തോന്നിയിട്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? അപ്പോൾ അതേ രീതിയിലുള്ള ഒരു തുടക്കം ഇനി ഉണ്ടാവണം. തീർന്നിട്ടില്ല. മലയാളത്തിൻ്റെ അടുത്ത ടോപ്പിക്ക് കാണിച്ചു തരാം. അടുത്ത ടോപ്പിക്ക് എന്താണ്? ബോധനശാസ്ത്രപരമാണ്. അതിൽ ഉദ്ഗ്രഥിത സമീപനമുണ്ട്.
ഉദ്ഗ്രഥിത സമീപനമുണ്ട്. പിന്നെ ഭാഷാ പഠന സിദ്ധാന്തം ഉണ്ട്. പിന്നെ ആസൂത്രണത്തിൽപ്പെടുന്ന പ്ലാനിങ്ങില് വാർഷികാസൂത്രണം, ലെസൺ പ്ലാൻ, യൂണിറ്റ് പ്ലാൻ, ദൈനംദിനാസൂത്രണം. വാർഷികാസൂത്രണം ഇയർ പ്ലാൻ ആണ് കേട്ടോ. യൂണിറ്റ് പ്ലാൻ, ദൈനംദിനാസൂത്രണം, ലെസൺ പ്ലാൻ, പിന്നെ വിലയിരുത്തൽ, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ്. ഇനി ഇത് പഠിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത്, പഴയ സിലബസിൽ BEd കഴിഞ്ഞവരുണ്ട്. ഇപ്പൊ ഞാനൊക്കെ 2007 BEd കഴിഞ്ഞാണ്. അപ്പൊ ആ പ്രാവശ്യത്തിലുള്ള സിലബസ് ആയിരിക്കില്ല ഇപ്പൊ 2025 18 വർഷമായി. അപ്പൊ 18 വർഷത്തിലെ മാറ്റങ്ങൾ നമുക്കറിയാൻ വന്നിട്ടുണ്ട്. അത് ലെസൺ പ്ലാനിന്റെ എഴുത്തിന്റെ കാര്യത്തിലും അതുപോലെ ടീച്ചിങ് മാനുവൽ, ടീച്ചിങ് സ്ട്രാറ്റജീസ്, അവിടെ ഒക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ വേണം, നിങ്ങളുടെ സിലബസ് എന്താണോ ആ രീതിയിൽ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അതേ രീതിയിൽ നിങ്ങൾ പഠിച്ചു പോകണം. ഓക്കെ, യൂണിറ്റ് ടെസ്റ്റ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. അതുപോലെ ടാറ്റ്, ആ ഒരു എന്താ പറയുക എക്സ്പീരിയൻസ്, നമ്മൾ കുട്ടികളെ പരിശീലിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്ന ടാറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ഏതൊക്കെ ഉണ്ടൊക്കെ ഓർമ്മയുണ്ട്, ചിലതൊക്കെ മറന്നുപോയി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് കുട്ടികളുടെ വൈകല്യങ്ങൾ അല്ലേ, ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, ഇതൊക്കെ നമുക്ക് ചോദിക്കുന്നതാണ്. അത് LP-UP ആയാലും കേട്ടറ്റ് ആയാലും അവിടെയൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് എവിടെ നിന്ന് വരുന്നതാണ്? ബോധനശാസ്ത്രപരം, പെഡഗോജി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വരുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് BEd പഠിച്ച കുട്ടികളുണ്ടെങ്കിൽ, DLED പഠിച്ച കുട്ടികളുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യുക, ആ ടെക്സ്റ്റ് ബുക്കൊക്കെ ഒന്ന് കവർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ നോട്ട്സുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കവർ ചെയ്യുക. BEd ക്ലാസ്സിൽ പഠിച്ച ലെക്ചർ നോട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടാവും, അതൊക്കെ ഒന്ന് കവർ ചെയ്യുക. അവിടെയൊക്കെയാണ് ഈ പറഞ്ഞ എന്ത് വരുന്നത്, പെഡഗോജി ആയിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, ഇതാണ് നമ്മുടെ മലയാളം സിലബസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് മലയാളം സിലബസ്. ഇനി ഇത് കൂടാതെ തന്നെ എന്താ പറയുക, ഒരു മലയാള ഭാഷയുടെ വലിയ രീതിയിലുള്ള ചോദ്യങ്ങളിലേക്ക് നമ്മൾ കടക്കണമെന്നില്ല. അങ്ങനെ രീതിയിൽ ചോദിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഥാപാത്രങ്ങളുടെ പശ്ചാത്തലമോ അല്ലെങ്കിൽ സംഭാഷണമോ അല്ലെങ്കിൽ നോവലിൻ്റെ തുടക്കമോ കവിതയുടെ അവസാനമോ അതൊന്നും ചോദിക്കണമെന്നില്ല. മേ ബി ചോദിക്കാം, പക്ഷെ അത്രയ്ക്ക് വലുതായിട്ടൊന്നും കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും കണ്ടിട്ടില്ല. ഇവിടെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് നല്ല പണിയില്ല എന്ന് പറയുന്നില്ല. അത്യാവശ്യം വായനാശീലമൊക്കെ നമ്മൾ ഇപ്പോഴേ തന്നെ തുടങ്ങിക്കൊള്ളണം. കാരണം ഈ 10 മാർക്ക് നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 10ൽ 10 മാർക്ക് നമ്മൾ മലയാളത്തിൽ നേടണം, ഇംഗ്ലീഷിൽ നേടണം. എത്ര മാർക്കാണെന്ന് വെച്ചാൽ അത്രയും ഫുൾ മാർക്ക് അവിടെ നേടണം. അതായിരിക്കും നമ്മുടെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അവിടെ നിങ്ങൾക്ക് മുൻപന്തിയിലേക്ക് എത്താനായിട്ട് മലയാളം സബ്ജക്റ്റ് തീർച്ചയായിട്ടും സഹായിക്കും. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ഈ സിലബസ്, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, ഈ സിലബസ് LP-UP സിലബസ് ഡൗൺലോഡ് ചെയ്തെടുക്കുക, അത് ഒട്ടിച്ചു വെക്കുക, എന്നിട്ട് അതിൽ ഓരോ ടോപ്പിക് എടുത്ത് പഠിച്ചു പോവുക. ഓക്കെ, ഇനി സിലബസ് മാറുമോ ഇല്ലയോ എന്ന സംശയം പലർക്കും ഉണ്ടാവും. മേ ബി ഒരു എന്താ പറയുക, ഇപ്പോൾ സിലബസ് മാറുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും PSC തീരുമാനിച്ചിട്ടില്ല, എടുത്തിട്ടില്ല. മാറില്ല എന്ന് തന്നെ വിശ്വസിക്കാം. കാരണം എന്താണ്, 2027 എക്സാമിന് സിലബസ് മാറാൻ സാധ്യതയില്ല. കാരണം ഇപ്പോൾ നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കൊക്കെ മാറിക്കഴിഞ്ഞു, 2, 4, 6, 8, 10 ക്ലാസ്സിലേക്ക് മാറിക്കഴിഞ്ഞു. പക്ഷേ അത് കണ്ടിട്ട് പിന്നീട് നമ്മുടെ PSC LP-UP പരീക്ഷയ്ക്ക് മാറാനായിട്ട് സാധ്യതയില്ല എന്ന് തന്നെ കരുതാം. ഓക്കെ, മാറുകയാണെങ്കിൽ അതപ്പോൾ വീഡിയോ ആയിട്ട് ഇടാം, അതേക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാം. എന്തായാലും ഇപ്പോൾ ഈ സിലബസ് തന്നെ പഠിച്ചു പോവുക. പിന്നെ സിലബസ് മാറിയാൽ തന്നെയും വലിയ മാറ്റങ്ങളൊന്നുമില്ല മലയാളത്തിൽ, ഇതൊക്കെ തന്നെ പഠിച്ചു പോകേണ്ട ആവശ്യം തന്നെയുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ പഠനം ഇപ്പോഴേ കൊണ്ടുപോവുക മുന്നോട്ട്. LP-UP പരീക്ഷ എന്ന് പറയുന്നത് നമ്മളുടെ വളരെ അഭിമാനം നമുക്ക് നേടിത്തരുന്ന ഒരു എക്സാം ആണെന്ന് ഓർമ്മ വേണം. കാരണം കുറച്ച് എന്താ പറയുക, അധ്യാപന ജോലി എന്ന് പറയുന്നത് നമുക്ക് വളരെ ഒരു സർവീസ് കൂടിയാണ് അല്ലേ. നമ്മളൊരു പ്രൊഫഷൻ എന്ന് പറയുന്നത് വളരെ സർവീസ് കൂടിയാണ്. കാരണം നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്ന ശിഷ്യഗണങ്ങളാണ്. അവരുടെ മുമ്പിൽ പോയിട്ട് അവരിൽ ഒരാളായിട്ട് ആടിപ്പാടി അവരെ രസിപ്പിച്ച് പഠിപ്പിച്ച് അവരെ പുറത്തേക്ക് വിടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മസംതൃപ്തി ഏതൊരു സർവീസിനേക്കാളും വളരെ വളരെ സന്തോഷവും അതുപോലെ സംതൃപ്തിയും തരുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഏറെ പ്രതീക്ഷയോട് തന്നെയായിരിക്കും നിങ്ങൾ DLEDും BEDും ഒക്കെ എടുത്ത് പാസ്സായിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഏറ്റവും മികച്ചൊരു അധ്യാപിക ആവുക, ഏറ്റവും മികച്ചൊരു അധ്യാപകനാവുക, അതൊരു പ്രൈവറ്റ് സ്കൂളിൽ മാത്രമല്ല, നമുക്ക് സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ അത്യാവശ്യം സാലറിയൊക്കെ കൊടുക്കുന്ന കുറച്ച് സ്കൂളുകളേ ഉള്ളൂ. മാത്രമല്ല അവിടുത്തെ ഹാർഡ് വർക്കൊക്കെ നമുക്കറിയാം. കുറേ വർഷങ്ങളോളം പ്രൈവറ്റ് സ്കൂളുകളിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്ത ഒരു അനുഭവം വെച്ച് നമുക്ക് പറയാൻ പറ്റും.
എന്താണ് നമ്മൾ ഒരുപാട് വർക്ക് ലോഡ് എന്നൊക്കെ നമ്മൾ പറയും. എന്നാൽ സർക്കാർ സ്കൂൾ വർക്ക് ലോഡ് ഇല്ലെന്നല്ല. അവിടെ നമ്മൾ അധ്യാപകരാകുമ്പോൾ എല്ലാ ഒരു ഇൻചാർജൊക്കെ കിട്ടും. അതിൻ്റേതായിട്ടുള്ള കുട്ടികൾക്ക് പല പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുപ്പിക്കണം. അതിൻ്റേതായിട്ടുള്ള പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ നമ്മളവിടെ സേഫ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. നമുക്ക് നാളെ ഒരു റിട്ടയർമെന്റ് ലൈഫിലേക്ക് എത്തുമ്പോൾ നമുക്ക് സേഫ് ആയിട്ട് സർക്കാരിൻ്റെ ഒരു പെൻഷൻ അതുപോലെ ഗ്രാറ്റുവിറ്റി ഒക്കെ കിട്ടി നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു പ്രൊഫഷൻ എന്ന് പറയുന്ന സർക്കാർ ജോലിയാണ്. അപ്പോൾ ഒരു അധ്യാപിക എന്ന് പറയുന്നത് വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. മാത്രമല്ല സമൂഹത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. പിന്നെ നമ്മുടെ മനസ്സിന്റെ അർപ്പണ ബോധം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഏറ്റവും മികച്ച ഒരു അധ്യാപകനാവുക, ഒരു സർക്കാർ അധ്യാപികയാവുക എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇത്രയും കേട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇതിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു സ്പാർക്കെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന് വീണിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ വിജയമാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജോലി അത് നേടിത്തരാനായിട്ട് ഞങ്ങൾ റെഡിയാണ്. ജയിലേർഡ് മികച്ച എക്സ്പീരിയൻസ് ഉള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് ഈ വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. നിങ്ങളുടെ അഡ്മിഷൻ എത്രയും പെട്ടെന്ന് എടുക്കുക. നമ്മൾ ഓൾറെഡി ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതിൽ ആപ്പിൽ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകൾ, നോട്ട്സുകൾ, അതുപോലെ സ്പെഷ്യൽ മെൻറ്റർഷിപ്പ്, ഡെയിലി വർക്കൗട്ട്, അതുപോലെ ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഒരു കോഴ്സാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. വളരെ സാധാരണക്കാരന് പോലും, ഒരു സാധാരണക്കാരൻ നമുക്കറിയാലോ ഇത്ര കനത്ത ഫീസ് കൊടുത്ത് പഠിക്കാനായിട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ നമുക്ക് ഒരു സാധാരണക്കാരന് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോഴ്സ് ഫീ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. LP UP പരീക്ഷ നിസ്സാരമല്ല മക്കളെ, നല്ല ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചു പോകാനാണ്. കാരണം HSA പരീക്ഷയൊക്കെ എഴുതുമ്പോൾ നമുക്കത് നമ്മുടെ സബ്ജക്റ്റ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ നമുക്ക് ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, സയൻസ്, സോഷ്യൽ, GK അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കവർ ചെയ്ത് പോയേ പറ്റൂ. അപ്പം അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ടൈം ടേബിളൊക്കെ സ്വയം ഉണ്ടാക്കി പഠിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ നമുക്കൊരു ഗൈഡൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു പിൻബലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോകും അല്ലേ? ആ ഒരു പിൻബലത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമ്മൾ ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്ത് നന്നായിട്ട് പഠിച്ച് നമുക്ക് ഒരുമിച്ച് LP UP നേടാം. ഓക്കെ, അപ്പോൾ റെഡി അല്ലേ? അപ്പോൾ ഒന്നുകൂടി മറക്കണ്ട, വീഡിയോയുടെ താഴെ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും, അതിൽ രജിസ്റ്റർ ചെയ്യുക. ബാക്കി നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. SCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ മാറ്റങ്ങൾ എന്തൊക്കെ, അവിടെ എന്തൊക്കെ പഠിക്കണമെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. ഓക്കെ, ബൈ.